നമ്മളെപ്പോഴും എല്ലാം അറിയാവുന്നവരെ പോലെ ഇരുന്നാൽ നമ്മളോട് അവര് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് പറയുന്നതിന് പല ലിമിറ്റേഷൻസ്. പക്ഷെ നമ്മളായിട്ട് കുറച്ച് ഒന്നും അറിയാത്ത പോലെ ഞാനൊരു കടയിൽ ചെന്നാൽ പോലും അറിയാമെങ്കിൽ പോലും അതിന്റെ എന്തെങ്കിലും ഓപ്ഷൻ ഇത് വേറെ വന്ന് ഇതെന്താ അതെന്താ ഓന്ന് ഞാൻ ചോദിച്ചറിഞ്ഞു. എന്നോട് അമ്മയെ അങ്ങനെയൊന്നും ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്താ എനിക്കറിയാൻ, കാരണം ഞാനും ചോദിക്കും. പിള്ളേർക്ക് നാണക്കേട്. ഞാൻ ചെന്നിട്ട് 10 രൂപയ്ക്ക് വരെ ഡിസ്കൗണ്ട് ചോദിക്കും. അപ്പം എന്നോട് പറയാം, അമ്മ ഒരു സിനിമ. ഞാൻ പറഞ്ഞു ചുമ്മാതൊന്നും പൈസ കിട്ടൂല, നിന്റെ അപ്പന് കോഴിക്കച്ച ഞങ്ങളുടെ ഇറച്ചിക്കോട്ടെ പരിപാടിയാ. അപ്പൊ എത്ര ഇതെണ്ണം വിറ്റാലെന്നറിയാം, ഒരു 100 രൂപ സെറ്റ് ആകുന്നത്. അപ്പൊ അത് നമുക്ക് വലുതാണ്. പൈസയുടെ വില നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അല്ല സാധനവും മാനോ നോക്കിക്കൊണ്ടിരുന്ന ആരോട് ഡിസ്കൗണ്ട് ഞാനും ചോദിക്കും. ഈ പറഞ്ഞ പോലെ ഒരു സാരി എടുക്കാൻ പോലും ചുരിദാറൊക്കെ നോക്കാൻ പോലും നമ്മൾ ഞാൻ ആദ്യം വില നോക്കും. കറക്റ്റ്. ഇത് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് അസുഖം. എന്നിട്ട് ഇച്ചിരി കുറഞ്ഞോണ്ടോ നോക്കി അവരെ കൊണ്ട് അവിടെ മൊത്തം ഇറക്കിക്കും. ഞാൻ അത്രയും പോയില്ല, ഞാൻ പറയാം ജസ്റ്റ് പക്ഷെ ഇതിനകത്ത് എവിടെയോ വില കുറഞ്ഞ ഒരെണ്ണം ഉണ്ടാവും. അപ്പൊ ചേച്ചി, ഈ പിള്ളേരോട് മാത്രം നമ്മൾ കുറച്ചൊന്ന് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ അങ്ങ് കൂടുതലേ ലഹരി എന്നും പറഞ്ഞേച്ച്. അപ്പൊ ഇതിനോട് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് ചെന്ന് അവർ കേൾക്കൂല. അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. അവരുടെ പ്രശ്നം എന്നാന്ന് മനസ്സിലാക്കണം. അവരോട് നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം, നല്ല സുഹൃത്തുക്കളായിരിക്കണം. എന്നും പറഞ്ഞ് പൂർണ്ണമായിട്ട് സുഹൃത്ത് മാത്രം അവർ അച്ഛനാവേണ്ട അടുത്ത് അച്ഛൻ, അനീത്തി ആവേണ്ട അടുത്ത് അനീത്തി, അമ്മയാവേണ്ട അടുത്ത് അമ്മ, മകളും ആകണ്ട മക്കളുടെ അടുത്ത് നമ്മൾ അവരുടെ മകനും മകളും ആകേണ്ട അവസ്ഥകൾ വരാണ്ട്. അപ്പൊ അങ്ങനെ ആവണം. എല്ലാ റോളും ഒരു സ്ത്രീ മാത്രമല്ല, അച്ഛനായിട്ട് അമ്മയായിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും എന്റെ കാഴ്ചപ്പാടാണ്. എല്ലാ റോളും ഇപ്പൊ ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു പെങ്ങളാണ്, ഞാനൊരു മരുമോളാണ്, ഞാനൊരു മോളാണ്. അങ്ങനെ എല്ലാ റോളും ഉണ്ട്. അതെല്ലാം നമ്മൾ ലൈഫില് എല്ലാവരിലും അങ്ങനെ ഇങ്ങനെ ഞാനൊരു സുഹൃത്താണ്. ഇപ്പൊ എല്ലാ റോളും ഒരു കോമാളി ഒരു സിനിമയെക്കാട്ടിൽ അഭിനയിക്കേണ്ട ജീവിതത്തിലാണ്.